ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ഞൾ വിരിഞ്ഞ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മല്ലികാമ്പ് നോക്കുമ്പോൾ ചിത്തിര കഞ്ഞിയെല്ലാം കൊണ്ട് വെച്ചിരിക്കുന്നു. അപ്പം മല്ലികാമ്പ് ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ ഞാനല്ലേ ചെയ്യുന്നത്, ഇന്നെന്താ പതിവില്ലാതെ ചിത്തു ചെയ്തേന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ചിത്തിര പറയുന്നത്, ഇന്ന് എനിക്ക് തോന്നി ഇത് ചെയ്യാനായിട്ട്, അതുകൊണ്ട് ചെയ്തു എന്നിങ്ങനെ പറയാട്ടോ ചെയ്യുന്നത്. ഓഹോ, തോന്നിയോ? ഇന്ന് പഠിക്കാനൊന്നും ഇല്ലായിരുന്നു, ഇന്ന് റെസ്റ്റ് എടുക്കാൻ തോന്നി, അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുത്തു എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അച്ഛമ്മ അങ്ങോട്ട് ഇരുന്നേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇരുന്നില്ലെങ്കിൽ താങ്കൾ എന്ത് ചെയ്യുന്നു മല്ലികാമ്മ ചെയ്യും. ഇരിക്കവിടെ എന്നിങ്ങനെ ദേഷ്യത്തിൽ പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ മല്ലികാമ്മ ചാടി അങ്ങ് ഇരിക്കുക, എന്നിട്ട് പൊട്ടിച്ചിരിക്കട്ടോ ചെയ്യുന്നത്. ഏസ് ആകുമ്പോൾ എടുക്കാൻ വെച്ചിരുന്ന കുറേ അടവുകളാണ് ഇതെന്ന് പറയുന്നത്. എങ്ങനെയുണ്ടെന്ന് ചിത്തിര ചോദിക്കട്ടോ ചെയ്യുന്നത്. നന്നായിട്ടുണ്ട്, നല്ല ആജ്ഞാശക്തി ഉണ്ടെന്ന് പറയുന്നു. പിന്നീട് മല്ലികാമ്മ കഞ്ഞി എടുക്കാനായിട്ട് പോകുമ്പോൾ, ഇന്ന് കഞ്ഞി കുടിക്കുന്നതിന് മുമ്പ് ഒരു കളി കളിക്കാൻ പോകാമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്ത് കളിയാൻ ചോദിക്കുന്നു. അച്ഛമ്മ ഈ കഞ്ഞിയും കൂട്ടാനും ഒക്കെ ഞാൻ എല്ലാം ഓർഡർ തെറ്റിച്ച് വയ്ക്കും, കണ്ണടച്ചിട്ട് പറയണം ഇത് എന്താണെന്നുള്ളത്, ഇതാണ് കളി എന്ന് പറയാം. അതെന്തിനാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ മല്ലികാമ്മ. അപ്പം ചിത്തിര പറയുന്നുണ്ട്, ഒരു രസം, ചുമ്മാ ഒന്ന് ചെയ്യ അച്ഛമ്മയെന്ന് പറയുന്നു. നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മല്ലികാമ്മ ചിത്തിരയുടെ കളിക്ക് കൂട്ടു നിൽക്കട്ടോ ചെയ്യുന്നത്. ചിത്തിര മല്ലികാമ്മയ്ക്ക് ഒരു പ്രാക്ടീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാഴ്ചശക്തി നഷ്ടപ്പെട്ടാലും മല്ലികാമ്മയ്ക്ക് ഇതെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് മല്ലികാമ്മ എടുത്ത് മണപ്പിച്ച് നോക്കുന്നു. എന്നിട്ട് അത് പറയുന്നുണ്ട്, ഇത് വൻപയറാണ്, ഇത് മീൻ പീരയാണ്, അച്ചാറാണ്, കഞ്ഞിയാണ് എന്നൊക്കെ മല്ലികാമ്മ കൃത്യമായിട്ട് മണപ്പിച്ച് നോക്കിയും തൊട്ട് നോക്കിയൊക്കെ തിരിച്ചറിയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം മല്ലികാമ്മ പറയുന്നുണ്ട്, എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇനി നമുക്ക് കഞ്ഞി കുടിക്കാം. കണ്ണടച്ചുകൊണ്ട് തന്നെ അച്ഛൻ ഇതെല്ലാം പ്ലേറ്റിലോട്ട് വിളമ്പും വേണമെന്ന് പറയുന്നു. അങ്ങനെ കഞ്ഞി എടുത്ത് കൃത്യമായിട്ട് വിളമ്പുന്നു പ്ലേറ്റിൽ. അതുപോലെ തന്നെ ഓരോരോ കറികളും എടുത്ത് വിളമ്പുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മല്ലികാമ്മ പറയുന്നുണ്ട്, ഇനി എനിക്ക് കണ്ണ് തുറക്കാമോ എന്ന് ചോദിക്കും. തുറക്കാമെന്ന് പറയുന്നു. ഇപ്പം ഞാൻ വിജയിച്ചില്ലേന്ന് ചോദിച്ച് സന്തോഷിക്കട്ടോ ചെയ്യുന്നത്. വിജയിച്ചു എന്നും പറയാട്ടോ ചെയ്യുന്നത്. നിൻ്റെ എല്ലാ കുസൃതിക്കും ഞാൻ കൂട്ടു നിൽക്കുമെന്ന് മല്ലികാമ്മ ചിത്തിരയോട് പറയുന്നുണ്ട്. പിന്നീട് വക്കീലിനെ കാണാനായിട്ട് വിനയൻ ചെല്ലുന്നുണ്ട്. ഇപ്പോഴെങ്കിലും താൻ വന്നല്ലോ, ഇരിക്കുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. തനിക്ക് ഈ കേസ് ജയിക്കണമെന്നൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നു. ഉണ്ട് സാറേ, അതുകൊണ്ട് തന്നെ ഞാൻ വന്നേന്ന് പറയാട്ടോ ചെയ്യുന്നത്. എങ്ങനെ ജയിക്കുമെന്നൊന്നും അറിഞ്ഞുകൂടാ, മല്ലിക മൊഴി മാറ്റാമെന്നും എല്ലാം പറഞ്ഞു ചോദിക്കും. അതൊന്നുമില്ല, അത് ഈ ജമ നടക്കാനും പോകുന്നില്ല എന്ന് പറയും. പിന്നെ എങ്ങനെ ജയിക്കും, താൻ ഉള്ളേ പോകുമെന്ന് പറയാട്ടോ ചെയ്യുന്ന വക്കീല്. അങ്ങനെ പോകത്തൊന്നും ഇല്ല സാറേ. സാറ് കേട്ടിട്ടുണ്ടോ അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമാന്ന്? അതെന്താന്ന് ഉടനെ വക്കീൽ അന്തം വിട്ട് ചോദിക്കാട്ടോ ചെയ്യുന്നത്. അതൊരു സംഭവം തന്നെയാണ്. സാറിന് അറിഞ്ഞൂടെ, പണ്ടത്തെയൊക്കെ സിനിമകളിൽ കഥ ഇങ്ങനെ കൊഴുത്തു മുറുകി ഇങ്ങനെ വരുന്ന സമയത്ത് എവിടുന്നെങ്കിലും ഒരു സോമൻ അങ്ങോട്ട് വരും. എന്നിട്ട് പറയും നായകനോ നായികയ്ക്കോ മാരകമായ ഒരു അസുഖമാണ്. അപ്പോഴേക്കും കഥയാകെ വിഷാദഭരിതമായി സെൻറ്റിമെൻ്റലായി മാറും. അതേപോലത്തെ ഒരു സംഭവമാണ് ഈ അസുഖം എന്ന് പറയട്ടെ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഡിനോയിഡ് സിസ്റ്റിക് കാർസിനോമ, ആ അസുഖമാണ് മല്ലികയ്ക്ക്. ഇതാ എൻ്റെ കയ്യിൽ തെളിവുമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഡിസ്ചാർജ് സമ്മറി എടുത്ത് വക്കീലിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. വക്കീൽ നോക്കുമ്പോഴത്തേക്ക് ഇത് കുഴപ്പം പിടിച്ച അസുഖമാണല്ലോ വിനിയ, വലിയ ഓപ്പറേഷൻ വേണമെന്നൊക്കെ ഇതിൽ പറഞ്ഞിരിക്കുന്നു പറഞ്ഞു. അതൊക്കെ സാർ അങ്ങോട്ട് വിടുക, ഒരു ഓപ്പറേഷൻ നടത്തുമോ എന്തെങ്കിലും നടത്തുമോ ചെയ്യട്ടെ. സാർ അതിൻ്റെ ലക്ഷണങ്ങളൊന്ന് നോക്കിക്കേ. കണ്ണിന് കാഴ്ചശക്തി മങ്ങുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. കാഴ്ചശക്തി മങ്ങലുള്ള മല്ലിക രാത്രിയിൽ അഭിജിത്തിനെ ഇടിച്ചു വീഴ്ത്തിയത് ഞാനാണെന്ന് എങ്ങനെ കൃത്യമായിട്ട് പറയും? അപ്പം നമ്മൾ ഈ കേസ് ജയിക്കത്തില്ലേ? ഞാൻ അകത്ത് പോകുമോ പുറത്ത് വരുമോ എന്ന് ചോദിക്കുന്നത്. അത് ഉറപ്പായിട്ടും വിനയൻ പുറത്ത് വരുമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഞാൻ വിചാരിച്ചില്ല വിനയൻ ഇത്രത്തോളം ബുദ്ധിയുണ്ടെന്ന്. വിനയനെ LLBക്ക് ചേരാതില്ലേന്ന് ചോദിക്കും. LLBക്ക് ചേരണമെന്ന് വിചാരിച്ചതാ സാറേ, പക്ഷേ +2 കഴിയാത്തവരെ LLBക്ക് എടുക്കത്തില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ വിജയനും +2 പോയിട്ടില്ലെന്ന് വക്കീൽ ചോദിക്കാട്ടോ ചെയ്യുന്നത്. +2 പോകണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് ജയിക്കണ്ടേ? എനിക്ക് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനോട് വളരെ പുച്ഛമാണ് സാറേ. ഞാൻ തോറ്റാണ് അതിനോട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമല്ലെന്ന് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. കേസ് എങ്ങനെയാണ്, നമ്മൾ ജയിക്കുമോ? പിന്നെ എപ്പോൾ ജയിച്ചു എന്ന് ചോദിച്ചാൽ മതി എന്ന് വക്കീലും പറയുന്നു. പിന്നീട് മഹേഷിൻ്റെ വീട്ടിലേക്ക് ഒരു പോസ്റ്റ്മാൻ എത്തി ഒരു രജിസ്റ്റേർഡ് കത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. മഹേഷ് അത് വായിച്ചു നോക്കുമ്പോഴത്തേക്കും കേസിൻ്റെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ഹാജരാകാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രാഗിണി വന്ന് ചോദിക്കുന്നുണ്ട്, ഇത് അഭിജിത്തിൻ്റെ വധക്കേസിൻ്റെ വിചാരണയുടെ ലെറ്ററാണെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത്. കോടതിയിൽ ഹാജരാവാനായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ രാഗിണിക്കാകെ പേടിയാവുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അമ്മ എന്തിനാ പേടിക്കുന്നതെന്ന് ഹരി ചോദിക്കുന്നു. അച്ഛൻ പ്രതിയൊന്നും അല്ലല്ലോ, സാക്ഷിയല്ലേ എന്ന് പറയുന്നു. ആരാ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്? പ്രതിഭയും പ്രതിഭയുടെ മകനുമല്ലേ, അതാണ് എൻ്റെ പേടി എന്ന് രാഗിണി പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ മഹേഷ് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? പേടിച്ച് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും, അവരെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അഭിജിത്തിനെ അവർ കൊന്നില്ലേ, ഇനി അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്കെതിരെ ചെയ്യുമോ എന്ന് എൻ്റെ പേടിയെന്ന് രാഗിണി പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് നേരത്തെ ചെയ്യാമായിരുന്നു. ഇപ്പോഴല്ല അത് ചെയ്യാനായിട്ട് അവരിനി മുതിരാനായിട്ട് പോകുന്നു. ഞാൻ മാത്രമല്ല സാക്ഷിയായിട്ടുള്ളതെന്നും മല്ലികാമ്മയും ഉണ്ടെന്നും, അതുകൊണ്ട് തന്നെ ഈ കേസിൽ വിനയനെ ഉറപ്പായിട്ടും ജീവപര്യന്തം കിട്ടുമെന്നും നീ അനാവശ്യമായിട്ട് പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ ഈ
കേസിൽ പോയി ഹാജരായില്ല എന്നുണ്ടെങ്കിൽ അഭിജിത്തിനോട് ചെയ്യുന്ന നീതികേടാണെന്നും അഭിജിത്തിന് നീതി കിട്ടണം, ആ ഡെയ്സിയുടെ കണ്ണീരിന് എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാവണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വിനയനാണെങ്കിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് മഹേഷിനെ, അതായത് മഹേഷ് വരുമ്പോൾ പിടികൂടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ചിത്തിര വരാത്ത ടെൻഷനിൽ മുത്തശ്ശി അവിടെ ഇരിക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ മകൾ പറയുന്നുണ്ട് ഇപ്പോൾ വരും ചിത്തിരയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും തന്നെ ചിത്തിര എത്തുന്നു. മോളെ കാണാഞ്ഞിട്ട് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു, എന്തായാലും നീ മിടിക്കുക മോളെ, പണ്ട് താമസിച്ച സമയത്ത് ആഴ്ചയിൽ ആൾക്കാരെ മാറ്റുമായിരുന്നു, നീ എത്ര പെട്ടെന്ന് ആ അമ്മയെ കയ്യിലെടുത്തേന്ന് ചോദിക്കുന്നു. അതെന്താണെന്നറിയാമോ, അവരൊക്കെ അതൊരു ജോലിയായിട്ടാണ് കണ്ടത്, ഇവളത് കാണുന്നതേ ജോലിയായിട്ടല്ല, സ്വന്തം മുത്തശ്ശിയെ നോക്കും പോലെ തന്നെ ഇവൾ ചെയ്യുന്നതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്തായാലും മുത്തശ്ശിയും മോളും വലിയ കമ്പനിയെ, എനിക്കെന്തായാലും സമാധാനമായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ല മോളുടെ ശമ്പളത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഉടനെ മുത്തശ്ശി പറഞ്ഞു അതൊക്കെ ഞാൻ കൊടുത്തോളാം, എൻ്റെ പെൻഷൻ കാശൊക്കെ പിന്നെ എവിടെ പോകാനാ, അതെല്ലാം ബാങ്കിലില്ലേ, മോക്ക് വേണ്ടതല്ല ഞാൻ കൊടുക്കുമെന്ന് മുത്തശ്ശിയും പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ വിനയനാണെങ്കിൽ മഹേഷിനെ തടഞ്ഞു നിർത്തുക കേട്ടോ ചെയ്യുന്നത്. എന്താ വിനയ നിനക്ക് വേണ്ട, വഴക്കുണ്ടാക്കാൻ വന്നതാണോ എന്ന് മഹേഷ് ചോദിക്കുന്നു. ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല, പിന്നില്ലേ ഞാനൊരു കാര്യം അറിഞ്ഞു, അത് ചോദിക്കാൻ വന്നതാ, എന്തായാലും രഹസ്യമൊക്കെ സൂക്ഷിക്കാം മഹേഷ്, നിന്നെക്കൊണ്ട് പറ്റുന്നുണ്ട്. മല്ലികാമ്മയോട് പറയാതെ പല രഹസ്യങ്ങളും സൂക്ഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മഹേഷ് ചോദിക്കുന്നു എന്ത് രഹസ്യം എന്നിങ്ങനെ ചോദിക്കാട്ടോ ചെയ്യുന്നത്. അല്ല എന്നാ ഓപ്പറേഷൻ എന്നത്തേക്കാണ് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്, ആരുടെ ഓപ്പറേഷൻ എന്ന് ചോദിക്കുന്നു. മതി മഹേഷേ, എന്നോട് വേണ്ട, ഞാൻ എല്ലാം അറിഞ്ഞു, മല്ലികയ്ക്ക് വലിയൊരു അസുഖമാണല്ലേ, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് കിട്ടിയെന്ന് പറയാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന മഹേഷ് അങ്ങ് ഞെട്ട് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാനിത് പോയി മല്ലികാമ്മയെ അറിയിക്കട്ടെ എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം മഹേഷ് കൂടുതൽ ഞെട്ടുന്നുണ്ട് കേട്ടോ. എൻ്റെ മുമ്പിൽ ഇപ്പോൾ 2 വഴിയേ ഉള്ളൂ, ഒന്നെങ്കിൽ ഞാനിത് കോടതിയിൽ പറയും, അതായത് മല്ലികയ്ക്ക് ഇത്രയും വലിയ അസുഖമാണെന്നും അതുകൊണ്ട് സാക്ഷിമൊഴി വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നും അവർക്ക് കാഴ്ചയ്ക്കൊക്കെ കുഴപ്പമുണ്ടെന്നും, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ കേസിന് മുമ്പ് കോടതി വരുന്നതിന് മുമ്പ് അവരെ പോയി അറിയിക്കും, അങ്ങനെ രണ്ടായാലും എനിക്ക് സന്തോഷം തന്നെയാണെന്ന് പറയട്ടോ ചെയ്യുന്നത്. അപ്പം മഹേഷ് പറയുന്നുണ്ട് വിനയ ചതിക്കരുത്, ഈ വിവരം നീ മല്ലിക ചേച്ചി അറിയിക്കല്ലെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്ത് എങ്ങനെ, അതുകൊണ്ട് എനിക്ക് എന്താ ഗുണമെന്ന് വിനയം ചോദിക്കാട്ടോ ചെയ്യുന്നത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്, നിനക്ക് എന്ത് ഗുണമാണ് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ചേച്ചി ആ വിവരം അറിയാൻ പാടില്ല, അറിഞ്ഞാൽ മല്ലികാമ്മ തളർന്നു പോകുമല്ലേ, ഓപ്പറേഷന് വലിയ തുക വേണമെന്ന് പറയുമ്പോൾ സമ്മതിക്കില്ല അല്ലേ, എന്നാൽ പിന്നെ ഞാൻ എൻ്റെ ആവശ്യം അങ്ങോട്ടേക്ക് പറയാം. എനിക്ക് നിന്നെയാണ് വേണ്ടത്, നിൻ്റെ മൊഴി കോടതിയിൽ മാറ്റി പറയണം. അന്ന് അഭിജിത്തിനെ ഇടിച്ചത് ഞാനാണ്, ആ സമയത്ത് വണ്ടി ഓടിച്ചിരുന്നത് നിനക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെയാകുമ്പോൾ ഉണ്ടല്ലോ ഈ രഹസ്യം ആരും അറിയത്തില്ല, ഞാൻ പരസ്യമാക്കത്തുമില്ല. എന്തു പറയുന്നു, നീ നല്ലതുപോലെ ആലോചിക്ക്, നല്ല പോലെ ആലോചിച്ചതിന് ശേഷം തീരുമാനിച്ചാൽ മതി. മരിച്ചുപോയ അഭിജിത്തിനെ വേണോ അതോ ജീവിച്ചിരിക്കുന്ന മല്ലികയെ വേണമെന്നുള്ളത് നീ ചിന്തിച്ചതിന് ശേഷം തീരുമാനമെടുത്താൽ മതിയെന്ന് വിനയൻ ബ്ലാക്ക്മെയിൽ ചെയ്യാട്ടോ ചെയ്യുന്നത്. എന്തായാലും നല്ല തീരുമാനം തന്നെ നീ എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ രഹസ്യം പരസ്യമാക്കുമെന്നും വിനയൻ മഹേഷിനെ ഭീഷണിപ്പെടുത്തുന്നു.